പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഒരു സഹപാഠി ഉണ്ടായിരുന്നു, മിസ്റ്റർ മോഹനൻ. മോഹനനെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. എല്ലാവരും വളരെ പെട്ടെന്ന് ചങ്ങാത്തത്തിൽ ഏർപ്പെടുന്ന മോഹനൻ, വളരെ സോഷ്യലായിരുന്ന മോഹനൻ. ഉച്ചഭക്ഷണ സമയമാകുമ്പോൾ ആരുടെയെങ്കിലും ഭക്ഷണപാത്രത്തിൻ്റെ അടപ്പെടുത്തുകൊണ്ട് മോഹനൻ എല്ലാവരുടെയും മുമ്പിലൂടെ ഒന്ന് കറങ്ങും. അപ്പോഴേക്കും അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം റെഡിയാവും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് പേഴ്സണാലിറ്റിയെക്കുറിച്ചാണ്. എങ്ങനെയാണ് നല്ലൊരു പേഴ്സണാലിറ്റിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക? വ്യക്തിത്വത്തെ നിർമ്മിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സ് ഉണ്ട്. നമ്പർ 1 നമ്മുടെ തോട്ട്സ് ആണ്. നമ്പർ 2 നമ്മുടെ ഫീലിങ്സ് ആണ്. നമ്പർ 3 നമ്മുടെ ബിഹേവിയറാണ്, അഥവാ പെരുമാറ്റം. അതായത് ചിന്തയുടെയും ഫീലിങ്സിൻ്റെയും ബിഹേവിയറിൻ്റെയും ആകത്തുകയാണ് ഒരാളുടെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി. അപ്പോൾ വ്യക്തിത്വത്തെ നന്നാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പെരുമാറ്റത്തെയാണ് ശരിപ്പെടുത്തേണ്ടത്. കാരണം നമ്മൾ പെരുമാറ്റമാണ് ആളുകൾ കാണുന്നത്. ചിന്തയും ഫീലിങ്സും ഇൻവിസിബിളാണ്, കാണാൻ പറ്റാത്ത ഒന്നാണ്. പെരുമാറ്റം നന്നാക്കുന്നതിലൂടെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു? നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റം വർദ്ധിക്കുന്നു. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അയാൾക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ആളുകളോട് പെരുമാറാൻ അറിയില്ല. പക്ഷേ മറ്റേ ആൾക്ക് അത്ര വിദ്യാഭ്യാസമില്ല, പക്ഷേ ആൾ നന്നായി പെരുമാറാൻ പഠിച്ചവനാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം വിദ്യാഭ്യാസമല്ല, മറിച്ച് പെരുമാറ്റമാണ്. പെരുമാറ്റം നന്നാവണമെങ്കിൽ നമ്മുടെ ഫീലിങ്സ് നന്നാവണം. ഫീലിങ്സ് നന്നാവണമെങ്കിൽ നമ്മുടെ ചിന്ത നന്നാവണം. ചിന്തയെയും ഫീലിങ്സിനെയും അതോടൊപ്പം തന്നെ പെരുമാറ്റത്തെയും മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ല വ്യക്തിത്വത്തിനുടമയായി മാറാം.